എന്തു പറ്റി സാറേ? ആകെ ഒരു മൂഡൗട്ട്. കുറെ നാളായി ഞാൻ ശ്രദ്ധിക്കുന്നു. എന്താണെന്ന് അറിയില്ല രമേശ, കുറച്ച് നാളായി ഒരു ചെന്നിക്കുത്ത്, അല്ല ഒരു തലവേദന. ഞാനൊന്ന് പുറത്തിറങ്ങിയിട്ട് വരാം. ഇന്ന് ഡയറക്ടർ സാർ വരുന്ന ദിവസമാണ്. അല്ലെങ്കിൽ തന്നെ സാറിനെ കുറിച്ച് ഒരുപാട് കംപ്ലൈന്റ് ഉണ്ട്. വേണ്ട, ഹാഫ് ഡേ ലീവ് ആയിക്കളാം. അല്ലേ വേണ്ട, ഫുൾ ഡേ ലീവ് ആയിക്കോട്ടെ. ചേട്ടാ, ഒരു സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോയാൽ എല്ലാവർക്കും തരും. കുറച്ച് നാളായി നിന്റെ നോട്ടം ഇട്ടിട്ട് നിനക്കെന്നാടാ ഇവിടെ കാര്യം? ആ കുട്ടികൾക്ക് നീ നട കൊടുത്ത ഗഞ്ച, അസൽ നാടൻ ഗഞ്ച, കമ്പം തേനീമേട്, ചിലര് സ്വാമി എന്ന് പറയും. അല്ലട പിള്ളേര്, കൊച്ചു പിള്ളേർ പഠിക്കുന്ന സ്കൂളിൽ വെച്ച് തോന്നിയാസം കാണിക്കുന്നു. തീർന്നേ എടുക്കടാ, നിങ്ങൾ പോയിക്കോടെ പിള്ളേരെ. വിട്ടില്ലെങ്കിൽ എന്റെ സാമ്രാജ്യം, ഇവിടെ ഞാൻ തീരുമാനിക്കും എന്ത് വേണം എന്ത് വേണ്ടാന്ന്. അതിന് വിലങ്ങ് തടിയായി നിന്നാൽ വേട്ടിക്കൊന്ന് കായെടുത്തുള്ളൂ. എനിക്ക് ആണിനെ ഇഷ്ടമാണ്, നല്ല ആണത്തമുള്ള ആണിനെ. പെണ്ണിനെയും ഇഷ്ടം, പക്ഷെ പെണ്ണായിരിക്കണം. നീ 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 പോരടാ. ഏയ്, ഒരിക്കൽ കൂടി ഞാൻ പറയുവാ, എന്റെ മാർഗത്തിൽ തടസ്സം നിന്നാൽ വേട്ടിക്കൊന്ന് കായെടുത്തുള്ളൂ. ഓർത്തോ? സാറിനെ പോലുള്ളവർ ഇങ്ങനെ ആയാലും ഇങ്ങനെയാ. ഇത് പലതവണയായി. കാലത്ത് കുട്ടികളെ ഇവിടെ കൊണ്ടാക്കിയതേ ഉള്ളൂ. അപ്പോഴേക്കും കുഞ്ഞുങ്ങളെ കാണാന്ന് പറഞ്ഞാൽ ക്ലാസ് നടന്നുകൊണ്ടിരിക്കല്ലേ. മനസ്സിനൊരു സുഖം തോന്നുന്നില്ല മോഷ. പ്ലീസ് ഒന്ന് കണ്ടാ മതി, ഞാൻ പെട്ടെന്ന് തന്നെ പോക്കോളാം. പ്ലീസ്. ഇതാ കുട്ടികൾ വന്നു, പോയി കണ്ടോളൂ. താങ്ക്സ് മാഷേ. വാട്ട് ഹാപ്പൻ പപ്പ? എന്താ പപ്പയ്ക്കളി ഇങ്ങനെ? ക്ലാസ് ടീച്ചറും പിള്ളേരെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്. എന്ത് പറ്റി പപ്പയ്ക്കളിക്ക്? എന്ത് പറ്റാൻ? ഒന്ന് കാണണം തോന്നി, കണ്ടു, മതി. ഇനി പോയിക്കോളൂ. ആ, ഒന്ന് നിന്നേ. ചിന്നുവിന് വൈകിട്ട് എന്താ കൊണ്ടുവരണ്ടേ? ചില്ലി ചിക്കൻ അല്ലേ? പൊന്നൂന് മസാല ദോശ. സാമ്പാർ വേണ്ട, ചട്നി അധികം. പോയിക്കോളൂ, കൊണ്ടുവരാം കേട്ടോ. അപ്പം സാറേ, ഒന്ന് നിന്നേ. എന്താ സാറേ? സാറിന് ഓഫീസിന് പുറത്തുമൊക്കെ ധാരാളം സുഹൃത്തുക്കൾ കാണില്ലേ? കാണുമെന്നോ? ഒരുപാടുണ്ട്. അല്ല, ഈ സമയത്ത് എന്താ കുഴപ്പം? ഈ സമയത്ത് ഡോക്ടറെ കാണുകയോ ഒരു കൗൺസിലിംഗ് നടത്തുകയൊക്കെ ചെയ്യുന്നത് നല്ലതായി. മാഷെന്താ പറഞ്ഞു വരുന്നേ? എൻ്റെ കുഞ്ഞുങ്ങളാണ് ഇവിടെ പഠിക്കുന്നത്. അതൊരു 2 പെൺകുഞ്ഞുങ്ങൾ. ഇളയ കുഞ്ഞിന് 2 വയസ്സുള്ളപ്പോൾ അവൾ ഇട്ടച്ചു പോയതാ കുഞ്ഞുങ്ങളുടെ അമ്മ. കുപ്പിപ്പാല് കൊടുത്ത് നെഞ്ചിന് ചൂട് കൊടുത്താ ഞാൻ അവരെ വളർത്തിയത്. എല്ലാരും വളർത്തുന്നത് അങ്ങനെയൊക്കെ തന്നെയാ. ആര് പറഞ്ഞു? മാഷ്ക്ക് പെൺകുട്ടികളെ കാണില്ല, അതാ ഇങ്ങനെ. സ്കൂൾ പോലും സുരക്ഷിതമല്ല, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. എന്തിന്? വീടിന് 4 ചുവരുകളും കതകുകളും സുരക്ഷിതമല്ല. സാറ് കാണുകയും കേൾക്കുകയും ചെയ്യുന്നില്ലേ? 2 വയസ്സുള്ള പെൺകുട്ടികൾ മുതൽ 70 വയസ്സുള്ള അമ്മൂമ്മമാർ വരെ. എന്താ ഇത്? പെണ്ണായി പിറന്ന ശാപമാ. കാര്യം പറയുമ്പോൾ എന്നെ പോലുള്ളവർക്ക് മാനസികം. നല്ല കാലം തന്നെ ഇത്. എന്താടാ ഇവിടെ? പെൺകുട്ടികളൊക്കെ പഠിക്കുന്ന സ്കൂളാണ്. കാണുമ്പോൾ തന്നെ ഒരു അവലക്ഷണം. അപ്പൊ പിരിയിടയല്ലേ? കുറച്ച് കാലായി ഇങ്ങനെയുള്ള അച്ഛന്മാര് പള്ളിക്കൂടങ്ങൾക്ക് ചുറ്റും. ഓ, ചെടികൾക്ക് വെള്ളം നനക്കുക. ഞാൻ മേത്തിലെ വിട്ട് പപ്പൻ, MV പപ്പൻ. 2 പെൺമക്കളെ പെറ്റിട്ടവൾ. എവിടെ അവൻ? നിന്റെ പൊത്തപ്പണക്കാരൻ ഭർത്താവ് ഇവിടെ ഇല്ല. ഓ, കറക്കത്തിലായിരിക്കും.
വലിയ ബിസിനസ്സുകാരനല്ലേ? ലീഗലായി അന്നേ ബന്ധം വേർപെടുത്തിയല്ലേ? എന്നിട്ടിപ്പോ വീട്ടുവാതിക്കൽ വന്ന് തോന്നിയസം പറയുന്നോ? ജീവിക്കാൻ അനുവദിക്കില്ലേ? നീ ജീവിച്ചോടി, സുന്ദരമായി ജീവിച്ചോ. എനക്കുറക്കമില്ലടി. പാതിരാത്രിയിൽ ഞെട്ടി ഉണരുകയാ. കഴുകൻ കണ്ണുകളോടെ എന്റെ മക്കൾ റാഞ്ചി കൊണ്ടുപോകുന്നു. ഭയമാ എനിക്ക്. എന്തിന്? ഞാൻ അന്നേ പറഞ്ഞ കുഞ്ഞുങ്ങളെ എന്റെ കൂടെ വിടാൻ. വിട്ടില്ല. നിന്റെ കൂടെ, നിന്റെ പുതിയവന്റെ കൂടെ ഞാൻ വളർത്തുമടി, ഞാൻ വളർത്തും എന്റെ കുഞ്ഞുങ്ങളെ. നീ ഇവിടുന്ന് പറക്കും, കിളി പറക്കും പോലെ. നിന്റെ പുത്ത മണക്കാരന്റെ കാര്യം ഗോവിന്ദ. ഇയാള് കിടിയൊത്തിയ എന്താ എന്താ പട്ടുമൂത്ത് ഭ്രാന്തായി എന്നാ തോന്നുന്നു. പപ്പക്കിളിയുടെ നെഞ്ചത്ത് ചിന്നുക്കിളിയുടെ തോളത്ത് എന്നും എനിക്കൊരു കൂട്ടായി അമ്മ തെയ്യ 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 തെയ്യ. ആഹാ ആഹാ മതി. തെയ്യ തെയ്യ വേണ്ട. ട്യൂണർ ഞാനാ, ഞാൻ തീരുമാനിക്കാം. ഇത് മതി. അതെ, എഴുതിയത് ഞാനാ, പാടുന്നത് ഞാനാ. ഞാൻ തീരുമാനിക്കും. ആഹാ ആഹാ വേണ്ട. വാ നമുക്ക് പാടാം. പപ്പക്കിളിയുടെ നെഞ്ചത്ത് ചിന്നുക്കിളിയുടെ തോളത്ത്. നിർത്ത്. തെയ്യ തെയ്യ മതി. നീ എന്റെ ഏറമാന് പഠിക്കുക. ഞാൻ തീരുമാനിക്കും. അത് മതി. അല്ല, പാട്ടും കൂത്തും ഒക്കെ അവസാനം തല്ലിലായോ? ഈ പൊന്നോ കുഴപ്പക്കാരി പപ്പക്കിളി. അല്ല, ട്യൂണർ ഞാനല്ലേ, അപ്പം ഞാൻ തീരുമാനിക്കും. ഈ പപ്പക്കിലോട് എത്ര കാലായി പറയുന്നു ഒരു ഇലക്ട്രോണിക് ഗിഫ്റ്റ് വാങ്ങിത്തരാൻ? ഇനി അതിന്റെ ഒരു കുറവേ ഉള്ളൂ. അത്താഴത്തിന് ടൊമാറ്റോ കറിയും പാവക്ക ഉപ്പേരിയുമാ. നല്ലോണം തട്ടിക്കോണം. ഈ പപ്പക്കിളിക്ക് മീനൊന്നും വാങ്ങാൻ കിട്ടൂല. മീൻ മുറിക്കണം, കഴുകണം, മസാല പുരട്ടണം. ഭയങ്കര തൊന്തരവാപ്പ. അതിനാ പറഞ്ഞ പപ്പക്കിളിയോട് ഒരു കല്യാണം കഴിക്കാൻ. അത് മാത്രം ഈ വേണ്ട പപ്പക്കിളി വേണ്ട, കേട്ടില്ല. ചെറിയ വാകളിൽ വലിയ വർത്താനൊന്നും വേണ്ട. നമുക്ക് നമ്മൾ മതി, നമ്മൾ മാത്രം, അത്ര തന്നെ. പപ്പക്കിളിക്ക് വിഷമായോ? ഇല്ല. നിങ്ങളെ നല്ല നിലയിൽ എത്തിക്കണം. എന്നിട്ട് എല്ലാം നിങ്ങളെ ഏൽപ്പിച്ച് പപ്പക്ക് പോകണം. പപ്പക്കിളി എവിടെ പോവാൻ? അതൊക്കെ ഉണ്ട്. നിങ്ങളെ ഓരോരുത്തരെ ഏൽപ്പിച്ചാൽ പപ്പ ഫ്രീ ആയില്ലേ? പപ്പ എന്തോ വീഴുന്ന ശബ്ദമാണല്ലോ. മതിൽ ചാടിയതാണോ? ചക്കയോ മറ്റോ വീണതായിരിക്കും. അതിന് ഈ പറമ്പിലെവിടെയാ ചക്ക? മക്കളെ, ആ ടോർച്ചിങ്ങെടുത്തേ. നിങ്ങൾ അകത്തേക്ക് പോയിക്കോളൂ. നിൽക്കണ്ട, അകത്ത് കയറിപ്പോ. ഇന്നത്തെ ഉറക്കവും പോയി. എത്ര നാളായി ഇങ്ങനെ. സ്നേഹിച്ച് കല്യാണം കഴിച്ചതുകൊണ്ട് ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും കുടുംബക്കാരില്ല. ഇതിന് മാത്രം എന്ത് കുറ്റ ഞാനും എൻ്റെ കുട്ടികളും ചെയ്ത്? എനിക്കറിയില്ല. കരയല്ലേ പപ്പക്കിളി? രമേശനാങ്കിളിനെ വിളിച്ച് പറഞ്ഞാലോ? പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സമൂഹത്തിന്റെ അന്തകനാണ്. അതിനെ ഉന്മൂലനം ചെയ്യണം. നമ്മുടെ അവശേഷിക്കുന്ന ജലസ്രോതസ്സുകളെ ശുദ്ധമാക്കണം. അത് തുടങ്ങേണ്ടത് വ്യക്തികളിൽ നിന്നാണ്, കുടുംബങ്ങളിൽ നിന്നാണ്. എങ്കിലേ അത് സമൂഹം ഏറ്റെടുക്കുകയുള്ളൂ. വ്യക്തി ശുചിത്വം, അതിൽ മലയാളികളായ നാം എന്നും മുന്നിലാണ്. അതുപോരാ, കുടുംബ ശുചിത്വം, സമൂഹ ശുചിത്വം അതുകൂടി ഏറ്റെടുക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നീയൊന്നും പറയണ്ട. അയാൾക്ക് പറയാനും പറയട്ടെ. എന്റെ രണ്ട്
കുഞ്ഞുങ്ങളെ പ്രസവിച്ച ഭാര്യ ഒളിച്ചോടി ഒരു പുത്തൻ പണക്കാരന്റെ കൂടെ. ഇവൾ പോകുമ്പോ എന്റെ ഇളയ കുഞ്ഞിന് 2 വയസ്സ് പ്രായ. പാല് കൊടുത്ത് ഈ നെഞ്ചിന്റെ ചൂട് കൊടുത്താ വളർത്തിയത്. ഞാൻ ഇന്നേ വരെ വീണ്ടും ഒരു കല്യാണത്തെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. എന്തുകൊണ്ട്? എന്റെ ജീവിതത്തിൽ ഇനി കടന്നു വരുന്ന പെണ്ണുങ്ങൾ ഏതായിരിക്കുമെന്ന് പറയാൻ പറ്റില്ല. എനിക്ക് 2 പെൺമക്കളാ. ഊണില്ല, ഉറക്കമില്ല, ജോലി ചെയ്യാൻ പോലും താല്പര്യമില്ല. എപ്പോഴാ എന്റെ കുഞ്ഞുങ്ങളെ കഴുകന്മാർ റാഞ്ചിക്കൊണ്ടുപോകാന്ന് പേടിയാ. അറിയോ? എനിക്കറിയില്ല. ഡോക്ടറെ, എനിക്കൊരസുഖമില്ല. ചെറിയൊരു തലകറക്കം. പ്രഷർ കൂടിയിട്ടായിരിക്കും. അതിന് പപ്പൻ അസുഖാന്ന് ആരാ പറഞ്ഞത്? ഞാൻ പറഞ്ഞോ? ഇല്ല, പിന്നെ ചിന്തയാണ് സാറേ, വല്ലാത്ത ചിന്ത. ചിന്തിക്കണം. ഇതും അധികമായാൽ പ്രശ്നമാണ്. ശ്രമിക്കുന്നുണ്ട് ഡോക്ടറെ, പക്ഷെ പറ്റുന്നില്ല. പപ്പനൊരു കാര്യം ചെയ്യും, ഇത്തിരി നേരം പുറത്തു നിൽക്ക്. എനിക്ക് രമേശനോട് അല്പം സംസാരിക്കാനുണ്ട്. മക്കളെത്തിയോ? പപ്പക്കിളിക്ക് ഒന്നുമില്ല, ഒരു ചെറിയ തലകറക്കം. പപ്പ, രമേശൻ അങ്കിൾ എന്തിയേ? രമേശൻ അങ്കിൾ ഡോക്ടറോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അങ്കിള് വിളിച്ചു പറഞ്ഞപ്പോ ഞങ്ങൾ ഒന്നും നോക്കിയില്ല, നേരെ എങ്ങ് പോന്നു. എന്റെ മക്കളാ, പൊന്നും ചിന്നും പഠിക്കാൻ മിടുക്കികളാ. ഇവൾക്ക് 2 വയസ്സ് തികയുന്ന സമയത്താ അവള് പോയെ. എന്റെ ഭാര്യ ഒളിച്ചോട്ടായിരുന്നു, ഒരു പുത്തൻ പണക്കാരന്റെ കൂടെ. പിന്നെ എന്റെ നെഞ്ചിന്റെ ചൂട് കൊടുത്താ ഞാനിവരെ വളർത്തിയത്. വേറൊരു കല്യാണത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല, ഇനി ചിന്തിക്കുകയില്ല. കാരണം ഇവരാ എന്റെ സ്വത്ത്, അത് നഷ്ടപ്പെട്ടുകൂടാ. വാ സാറേ, പോകാം. എന്താ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നേ? ഡോക്ടറെ കാണാനാണെങ്കിൽ രോഗികൾ ഇരിക്കുന്ന കണ്ടില്ലേ? അവിടെ പോയിരുന്നൂടെ? ചുറ്റിക്കളിയാ? പപ്പൻ സാറേ വന്നാട്ടെ, എന്തിനാ വെറുതെ? ആദ്യമൊക്കെ പാർക്കിലും മ്യൂസിയത്തിലും കോഫി ഹൗസിലും ഒക്കെയാ ഇവരുടെ വിളയാട്ടം. അതൊക്കെ സാറിന് വെറുതെ തോന്നുന്നു. ആ, നിനക്ക് അങ്ങനെയൊക്കെ പറയാം. കാരണം നിനക്കൊരാൺകുട്ടിയേ ഉള്ളൂ. എന്നെ പോലുള്ളവരുടെ നെഞ്ചിൽ തീയാടെ രമേശ. പപ്പ എന്താ? പപ്പേട്ട ദുസ്വപ്നം കണ്ടോ? എന്തൊരു കരച്ചിലായിരുന്നു. എന്റെ ഉറക്കം കളഞ്ഞു പപ്പക്കിളി. നേരം പുലർന്നു. ഇപ്പൊ അപ്പേട്ടനൊരു കാര്യം. എന്താ കൂരി കൂടി ഇരിക്കുന്നത്? ഓഫീസിലൊന്നും പോണ്ടേ? ആ ശോഭേ, എന്തേ? അത് പിന്നെ സോറിയാ. എന്തോ പേട്ടാ? ഒന്നുമില്ല. നീ പ്രസംഗിക്കുമ്പോ മൈക്ക് പിടിച്ചു വാങ്ങിയില്ലേ? ഞാൻ പ്രസംഗിക്കുമ്പോ നിങ്ങൾക്ക് എന്ത് വട്ടായോ? അല്ല, വട്ട് മാറി വരിക. എടാ മക്കളെ, ഒന്നിങ്ങ് വന്നേ. എന്താ പപ്പക്കിളി? നിങ്ങളുടെ പപ്പയ്ക്ക് നൊസ്സലകിന്നാ തോന്നേ. പിച്ചും പേയും വിളിച്ചു പറയാ. അതെ, പുലർക്കാലം കണ്ട സ്വപ്ന. പപ്പക്കിളിയുടെ അമ്മൂമ്മ പണ്ട് പറഞ്ഞില്ലേ, പുലർക്കാലം കണ്ട സ്വപ്നം ഫലിക്കൂന്ന്. വാടി, നമുക്ക് പോവാം. എടിയടി, എന്റെ അമ്മൂമ്മയെ തൊട്ട് കളിക്കണ്ട. എന്നെ ഞാനാക്കിയ അമ്മൂമ്മയാ. പാവം മരിച്ചിട്ട് 22 വർഷമായി. അപ്പോ വൈകിട്ട് രണ്ടാൾക്കും എന്താ വാങ്ങി വരണ്ടേ? അതെ, എനിക്ക് ചില്ലി ചിക്കൻ. അതെ, എനിക്ക്
വേണ്ട, നീ ഒന്നും പറയണ്ട, എനിക്കറിയാം. മസാല ദോശ, സാമ്പാർ വേണ്ട, പകരം ചട്നി അധികം അല്ലേ? ഈ പപ്പക്കളി ഏറ്റു. ചിക്ക് പൊക്ക് റൈലേ കലക്കരുത് പാറടി സ്റ്റൈലേ. എന്താ ഇത്ര സന്തോഷിക്കാൻ? ഒരു ജീവിതം തിരിച്ചു കിട്ടിയ സന്തോഷം. എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായില്ല. ഒന്നും ചോദിക്കണ്ട, പറയില്ല. കുളിക്കണം, ഓഫീസിൽ പോണം. ഇന്നെന്താ പപ്പാട്ടാ വണ്ടി എടുക്കുന്നില്ലേ? വണ്ടി കുറച്ച് നാളായി ഇങ്ങനെ കിടക്കട്ടെ. വീട് വിട്ടാ വണ്ടി, വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ ഓഫീസ്, തിരിച്ചും അങ്ങനെ തന്നെ. ഒരു ചേഞ്ച് വേണം, എല്ലാറ്റിനും ഒരു ചേഞ്ച് വേണം. ഓ, അമ്മൂമ്മയുടെ ഉപദേശം സ്വപ്നത്തിൽ വല്ലാതെ സ്വാധീനിച്ചു കാണും. അതാ ഇങ്ങനെ. ശോഭേ, എന്തിനാ വെറുതെ ആ പാവത്തിന് വെറുതെ വിട്ടേക്ക്. ഒരു സ്വപ്നം വരുത്തിയ മാറ്റം കണ്ടില്ലേ? നമ്മളാ വഹിക്ക. വേണ്ട മൂസാക്ക, ഞാൻ നടന്നോളാം. അതെന്താ നിങ്ങൾ കേറന്ന്? എന്നാ പോവല്ലേ? എൻ്റെ മോളെ കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടാക്കാൻ പോയതാ. ഭയങ്കര കുസൃതിയാ. പിന്നെ കാലം അങ്ങനെയല്ലേ സാറേ. കുട്ടി എത്രയിലാ പഠിക്കുന്നേ? 2ാം ക്ലാസ്സിൽ. എല്ലാം കണക്കാ എൻ്റെ സാറേ. പെൺകുട്ടികളെ നിക്കാഹ് അയച്ചാൽ തടി സലാമത്തായി എന്ന് തോന്നും. എവിടാ, ഓൻ ദുബായിലാ. പറഞ്ഞിട്ടെന്താ? എന്താ പറഞ്ഞാല്? എൻ്റെ മോള് അസുഖക്കാരിയാ സാറേ. ചുയലി. ഓൻ വരുത്തുന്നില്ല, വിട്ടമാതിരിയാ. ഈ വയസ്സാം കാലത്ത് ഞാൻ എന്താക്കാനാ? എല്ലാം പടച്ചോൻ തീരുമാനിക്കട്ടെ. മൂസാക്ക, വണ്ടി നിർത്തും, ഞാൻ ഇവിടെ ഇറങ്ങാം. മൂസാക്ക എന്നോട് ക്ഷമിക്കണം. ക്ഷമയോ? ഇല്ല, ഇരിക്കട്ടെ, വെറുതെ. സാറ് വെറുതെ തരുന്നല്ലേ, നമ്മളത് വാങ്ങി. സാറേ, ഓഫീസിൽ പോവാ? അല്ല, മാർക്കറ്റിൽ പോവാ. ഒരു 10 ഉറുപ്പ്യ തരുമോ ചായക്ക്? ഈ ഫെർണാണ്ടസിന് ചായ കുടിച്ചതേയില്ല. ഇതാണ് സാറേ ഫെർണാണ്ടസിന്റെ കൊട്ടാരം. എങ്ങനെയുണ്ട്? അപ്പച്ചൻ കേസും കോടതിയും കൊണ്ട് എല്ലാം തുലച്ചു. അപ്പോ ഫെർണാണ്ടസിന്റെ കുടുംബം? എന്ത് കുടുംബം? ഭാര്യ റോസി, അത് പണ്ടേ പിണങ്ങിപ്പോയി. 2 പെൺകുട്ടികൾ. അവരെ അവൾ എന്താക്കിയെന്നറിയില്ല. കണ്ടിട്ടില്ല പിന്നീട് ഇതേവരെ. മേലെ ആകാശം, താഴെ ഭൂമി, അതിനിടയിൽ ഫെർണാണ്ടസ്. എത്ര കാലം എന്നറിയില്ല. വൃദ്ധസദനമോ മറ്റോ നോക്കിയാലോ? വേണ്ട, അവിടുത്തെ 4 ചുവരുകൾ എന്നെ വീർപ്പ് മുട്ടിക്കും. മരണം ഇവിടെ ഈ തുറന്ന ലോകത്ത്. സാറ് ഭാഗ്യവാനാ, എല്ലാം ഉണ്ട്. ഭാര്യ, മക്കൾ, അങ്ങനെ അങ്ങനെ. ഈ ഫെർണാണ്ടസ് നഷ്ടസ്വപ്നങ്ങളുടെ കാവൽക്കാരൻ. എന്താ സുധാകര? സാറെന്താ സാറേ ഈ വഴി? നടക്കാൻ ഇറങ്ങിയതാ. സുധാകരന്റെ ജൈവ കൃഷി ആയിരിക്കും അല്ലേ? ജൈവമാണോ എന്ന് ചോദിച്ചാ എന്താ പറയാ, ഒക്കെ പോക്കാ സാറേ. ചില മനുഷ്യന്മാരെ പോലെ പ്രകൃതിയും ചതിച്ചുകൊണ്ടിരിക്കുക. മഴയേ, വെള്ളമില്ലാതെ എന്ത് കൃഷി? ആകെ കഷ്ടപ്പാടാ സാറേ. കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നു? മൂത്ത മോള് BSc നഴ്സിംഗിന് പഠിക്കുക. ഒക്കെ ലോണാ സാറേ. ഇളയവനൊരുത്തൻ +2 പഠിക്കുക. അവന്റെ കാര്യം എന്താ വേണ്ടതെന്ന് അറിയില്ല. പിള്ളേരെ അമ്മക്ക് എന്നും ദീനാ. മരുന്നും മന്ത്രവും ഒഴിഞ്ഞ നേരമില്ല. ഇതാ കണ്ടില്ലേ, സൈക്കിളിൽ നിന്ന് തെന്നി വീണതാ. സർക്കാരും പഞ്ചായത്തും ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നൊക്കെ പറയും. എവിടെ? മഴയും വെള്ളമില്ലാണ്ട് എന്താന്ന് കൃഷിയാ? പട്ടിണിയാണെങ്കിലും മുണ്ട് മുറുക്കി കൊടുത്ത് ജീവിക്കും. ആരെയും കക്കാനും തോപ്പിക്കാനും പോവില്ല. ആകെ അറിയുന്നത് കൃഷിപ്പണിയാണ്. മണ്ണെന്തെങ്കിലും കനിയായിരിക്കും. സുധാകരനൊരു നല്ല കാലം വരും മക്കളിലൂടെ. പണ്ടെൻ്റെ അമ്മൂമ്മ പറയും എനിക്ക് കരുനാക്കാണെന്ന്. പക്ഷേ ഞാൻ നല്ലതേ പറയും.
അത് വലിക്കും, ഉറപ്പാ. സാറിന്റെ നാക്ക് പൊന്നായി തീരട്ടെ. മോർണിംഗ്. രമേശ, ഇത് കുറച്ച് മിഠായിയാ, തൊഴിലാളികൾക്ക് കൊടുത്തേക്ക്. എന്താ സാറേ, കുഞ്ഞുങ്ങളെ പിറന്നാളെ മറ്റാണോ? എന്താ പിറന്നാളിന് മധുരം കൊടുത്തു വിടുന്നുണ്ടോ? എൻ്റെ ഒരു സന്തോഷം, അത്രേ ഉള്ളൂ. ആ, അത് മുഖത്ത് കാണാനുണ്ട്. ബാബുവേ, ഇത് തൊഴിലാളികൾക്ക് കൊടുത്തേക്ക്. എൻ്റെ സന്തോഷം അതെന്താണെന്ന് രമേശനോട് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇല്ല, പറഞ്ഞാലല്ലേ അറിയൂ. ഒരു ദുസ്വപ്നം നിന്നുള്ള തിരിച്ചുവരവ് അതെന്നെ ഒരു പ്രത്യേക തലത്തിലെത്തിച്ചു. അത് തന്നെയാണ് സന്തോഷത്തിന് കാരണം. എൻ്റെ ഒക്കെ ചെറുപ്രായത്തിൽ അമ്മൂമ്മ പറയുമായിരുന്നു, എന്താന്ന് വെച്ചാൽ ഉറങ്ങാൻ നേരം ദുസ്വപ്നം കാണാതിരിക്കണമെങ്കിൽ രാമനാമം ജപിക്കണം. എന്നാ ദുസ്വപ്നം കാണില്ലത്രേ. അങ്ങനെ പഴമക്കാർ പറയാറുണ്ട്. ഞാനൊരു ചെറിയ മാറ്റം വരുത്തി. എന്താന്ന് വെച്ചാൽ ഉറങ്ങാൻ നേരം മനസ്സ് ശുദ്ധമാക്കി വെക്കുക, ബ്ലാങ്ക് ആക്കുക. അപ്പോൾ ഒരു പ്രശ്നമില്ല. സത്യം പറയാലോ, ഞാൻ ഉറങ്ങാൻ നേരം തണുത്ത വെള്ളത്തിൽ ഒരൊറ്റ കുളിയ. എനിക്ക് ഉറങ്ങാൻ അത് ധാരാളം. അതിനെവിടാടോ വെള്ളം? ഇന്ന് കാലത്ത് മക്കളുടെ കുളിയും തേവാരും കഴിഞ്ഞ് എനിക്ക് കിട്ടിയത് അരവക്കറ്റ് വെള്ള. അതുകൊണ്ടെന്താവാൻ, വെള്ളം അത് വലിയ പ്രശ്നമായി വരിക. ഒരുപക്ഷെ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അകലം തീർക്കുന്നത് വെള്ളമായിരിക്കും. നാളെ വില്ലനോ നായകൻ്റെയോ സ്ഥാനമായിരിക്കും വെള്ളത്തിന്. ഇനിയൊരു ലോകമഹായുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് കുടിവെള്ളത്തിന്റെ പേരിൽ മാത്രമായിരിക്കും. ഇത് ഞാൻ പറയുന്നല്ല കേട്ടോ. എക്സാക്ട്ലി, ആര് പറഞ്ഞാലും അത് സത്യമായിരിക്കും. സാർ എന്താ സംഭവം? ഇവൻ കാഞ്ഞ വിത്ത, കേസ് മറ്റേതാ, പീഡനം. നടക്കണം മുമ്പോട്ട്. പപ്പൻ സാറേ, കൊണ്ടുപോകുന്ന കണ്ട 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞനെയാ, ഫെർണാണ്ടസ്. മീത്തലെ ജാനുവിന്റെ മോളെ. ഫെർണാണ്ടസോ? വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇവനൊക്കെ ഇരുമ്പഴിക്കുള്ളിൽ അടക്കണം. എന്റെ പപ്പൻ സാറേ, ഇരുമ്പഴിയും കോടതിയും ജയിലും ഒന്നും അല്ല വേണ്ടത്. ഇവനെയൊക്കെ നടു റോഡിലിട്ട് തുണ്ടം തുണ്ടാക്കി പച്ചയ്ക്ക് കത്തിക്കണം. എങ്കിലേ മറ്റുള്ളവർ പഠിക്കൂ. മൂസാക്ക, എനിക്ക് 2 പെൺമക്കളാ. അവരെ കുറിച്ച് ഓർത്ത് ദുസ്വപ്നം കാണാതെ ദിവസങ്ങളില്ല. മനസ്സിൽ ആദിയാണ്. എന്നാ ഇപ്പൊ ഇത്തിരി സമാധാനം തോന്നുന്നു. പാവം മനുഷ്യൻ.